വളരെ മികച്ച ദിവസമാണ്. ഇനി എന്തൊക്കെ വള്ളികൾ എവിടെ നിന്ന് വരുമെന്ന് നമുക്കിന്ന് കാണാം. പേടിക്കണ്ട, അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, അത് പിന്നീട് മനസ്സിലായിക്കോളും. പിന്നെ എന്തുപോലെ ഇന്നും ഡൈവിന് പോയി. ഇന്നത്തെ ഗസ്റ്റ് എല്ലാം കിട്ടില്ലമായിരുന്നു. പിന്നെ അവിടെ കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മള് കാട്ടി കളിക്കാൻ തുടങ്ങി. കാട്ടി കളിച്ച് എനിക്ക് മുട്ടായി വീണായിരുന്നു. അങ്ങനെ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി. ഒരു 4:30 ആകുമ്പോഴേ ഇവിടെ കടകളൊക്കെ തുറക്കുള്ളൂ, കാരണം നോമ്പ് സമയമില്ല. പക്ഷെ എവിടെ തിരിഞ്ഞാലും നിങ്ങൾ ഒരുപാട് കടികളുള്ള കട കാണാൻ പറ്റും. കൊച്ചുള്ളവരും വലിയവരും ഇഷ്ടംപോലെ കടികളുള്ള കടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ വഴിയിലും ഓരോ സൈഡിലും കാണാൻ പറ്റും. പക്ഷെ അത് കൊള്ളാം, എല്ലാം നല്ല ടേസ്റ്റാണ്. ഞാൻ ഏതൊരു ബീഫ് റോൾ അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ച് സൂപ്പറായിരുന്നു. പിന്നെ വഴി വെച്ച് നമ്മൾ ഇവരെ കണ്ടിട്ട് വീണ്ടും പോയി നമുക്ക് മുട്ടായി ഞങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് കാണാം, രാത്രി തിന്നാൻ മാത്രമേ വരാറുള്ളൂ. കാട്, തെങ്ങിൻ കാട് അല്ലേ? ഒരു കുരു വന്നിരിക്കുന്നു മുഖത്ത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. പിന്നെ ഇവരെ കണ്ടപ്പോൾ എനിക്ക് കരിക്ക് തന്നായിരുന്നു. അവർ നോമ്പാണ്, എന്നാലും എനിക്ക് കരിക്കൊക്കെ തന്നു. അപ്പം എനിക്ക് ഇവിടുന്നോന്ന് തോന്നി അങ്ങനെ ഇട്ടു. പിന്നെ നമ്മൾ അക്കുരത്ത് പോയപ്പോൾ ഈ നീമൂനായി ഇതുവരെ വെള്ളത്തിൻ്റെ കണ്ടിട്ടില്ല, അക്കുരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളവിടെ സ്റ്റിംഗ് റേക്ക് കിടക്കുന്നത് കണ്ടു. സ്റ്റിംഗ് റേക്ക് ഒന്ന് നോക്കുന്നുണ്ട് അവര്. നമ്മളുടെ ദൈവം വന്നു ഗൈസ്, ഫുഡുമായിട്ട്. നോമ്പായതുകൊണ്ട് അവരെ വീട്ടിൽ നല്ല സ്പെഷ്യൽ ഉണ്ടായിരുന്നു, നല്ല ബിരിയാണി, കിട്ടിലും ബിരിയാണി ആയിരുന്നു. അപ്പോൾ അവർ കൊണ്ടു തന്നു. പിന്നെ അറിയാലോ, ഓൾറെഡി നമ്മൾക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കസ്റ്റാർഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ചേച്ചി കൊണ്ടുവന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു. എന്നാൽ ഈ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു. ഞാനാണ് കൂടുതൽ കഴിച്ചത്. അതിന് പിറ്റേ ദിവസം എനിക്ക് കഴിക്കേണ്ടിയും വന്നില്ല, അത്രയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.